ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആരാ നിന്നോട് പറഞ്ഞത്? അമ്മേ, എന്റെ കുഞ്ഞുകളുടെ വയറ്റിലുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ നിനക്ക് മറക്കാൻ പറ്റിയില്ലെങ്കിലേ ഇവളെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി നീ താമസിക്കാത്ത എന്താ? എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഇവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിച്ച നിന്റെ അച്ഛന്റെ ആത്മാവ് പോലും ഇത് ക്ഷമിച്ചെന്ന് വരില്ല. കണ്ണം പറയാതെ ഒരു കാരണവശാലും എനിക്ക് ഇവളെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഇത് അവന്റെ വീടാ. എടാ മോനെ, പൊരുത്തം വന്നേക്കുക കൊലയാളിയുടെ മോളെയും കൂട്ടിക്കൊണ്ട്. നീ എന്നെ തൊഴുവൊന്നും വേണ്ട. അതിലൊട്ടും ആത്മാർത്ഥതയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, ഇവളുടെ മുത്തച്ഛി ഇവൾക്ക് ക്ലാസ് കൊടുത്ത് കാണും മോനെ. ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും അകത്ത് കയറണമെന്ന്. ഇനിയിപ്പം ഇവളുടെ അച്ഛന്റെ സഹായമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇവക്ക് ഇവളുടെ കുഞ്ഞിനും ഒരാൺ തുണ വേണം. അതിനു വേണ്ടിട്ടാ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നേ. ഇതെല്ലാം നിങ്ങളെല്ലാരും കൂടിയുള്ള ഒത്തുകളിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ അതിൽ ഉൾപ്പെടുത്തല്ലേ മോനെ. ഇവളെന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന പോലെ അമ്മയുടെ സ്നേഹവും അഭിനയമാണോ എന്ന് പറയാൻ പറ്റില്ല. നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസം ഇല്ലേ മോനെ? എനിക്ക് ആരെയും വിശ്വാസമില്ല. എനിക്കിപ്പോ എല്ലാവരെയും പേടിയാ. എന്താടാ, ഇവളുടെ മുത്തശ്ശി നിനക്ക് വല്ല ഓഫറും തന്നോ? എന്തെങ്കിലും നിനക്ക് തരാന്ന് പറഞ്ഞോ അവര്? അല്ലെങ്കിൽ നീ ഇങ്ങനൊരു ത്യാഗം ചെയ്യില്ലല്ലോ. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവളെ വിളിച്ചോണ്ട് വരില്ലായിരുന്നു കേട്ടോ. അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അധിക ചെലവല്ലടാ. പ്രഗ്നന്റ് ആയ ഭാര്യ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോ നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അച്ഛന്റെ കൊലപാതകത്തിന്റെ കഥ അറിഞ്ഞ ശേഷമാ അവനവന്റെ ഭാര്യയോടുള്ള സ്നേഹം അങ്ങ് കൂടിയത്. ഇനി ഒരു കാരണവശാൽ ഇവളെ ഈ വീടിനകത്ത് കയറ്റരുതെന്ന് കരുതിയിരുന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് ഇവളുടെ ചേച്ചിക്കൊക്കെ എല്ലാവരോടും ക്ഷമിക്കാനേ കഴിയൂ. അത് ഞങ്ങളുടെ നാശത്തിനാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ ഉണ്ണി. ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ ഇവള് മാത്രമല്ല ഇവിടുന്ന് പുറത്തു പോകുന്നത്, ഇവൾക്കൊപ്പം നിനക്കും പുറത്തു പോകേണ്ടി വരും.